ഹായ്. ആഫ്റ്റർ BSc കെമിസ്ട്രി എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്, ഇന്നത്തെ സംസാര വിഷയം വരുന്നത് എന്നുള്ളത്. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് നോട്ട് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ചുകൾ, ഈ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഒരുപാട് മേഖലകളുണ്ട്, വൈഡായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ് ആഫ്റ്റർ BSc കെമിസ്ട്രി എന്നുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എടുത്തു പറയേണ്ടത് മിക്ക മെഡിസിൻ അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലും മെഡിസിൻ റിലേറ്റഡ് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കരിയേഴ്സിന് അല്ലെങ്കിൽ കെമിസ്ട്രിന് ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു കെമിസ്റ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡൈയിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ കെമിക്കൽ പ്രൊഡക്ട്സിൻ്റെ കോമ്പിനേഷന് വേണ്ടിയിട്ടൊക്കെ കെമിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവാറുണ്ട്. സോ ഒട്ടുമിക്ക ഇൻഡസ്ട്രീസിലും, ഒട്ടുമിക്ക മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലും, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആവാം, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആവാം, പെട്രോളിയം അതുപോലെ തന്നെ ഓയിൽ ഇൻഡസ്ട്രീസിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഡിറ്റർജൻറ്റ് ആൻഡ് പെയിൻറ്റ് കമ്പനികളിൽ ഉണ്ടാവാറുണ്ട്. കോസ്മെറ്റിക് ഇൻഡസ്ട്രികളിൽ, ഡ്രഗ് കമ്പനികളിൽ, ഫെർട്ടിലൈസർ കമ്പനികൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിലാണ്. എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഫുഡ് ഇൻഡസ്ട്രീസിലാണ്. ഫുഡ് ഇൻഡസ്ട്രീസിലും കെമിസ്റ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് സയൻസ്, ക്രിമിനോളജി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അങ്ങനെ കെമിസ്ട്രി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അല്ലെങ്കിൽ ആഫ്റ്റർ BSc കെമിസ്ട്രി ഒരു കെമിസ്റ്റിൻ്റെ ആവശ്യമുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കെമിസ്റ്റിന് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആഫ്റ്റർ കെമിസ്ട്രി എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ്, നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ആണ്. അതിനുശേഷം ജനറൽ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് MSc കെമിസ്ട്രി ആണ്. അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ട്, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ആണ് MSc കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ കാര്യങ്ങൾ പഠിക്കാതെ ഒരു ടീച്ചിങ് മേഖലയിലേക്കോ അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് MSc കെമിസ്ട്രി. കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും, ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും, യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലും MSc കെമിസ്ട്രി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ IITകളിലായിക്കോട്ടെ, ഐസറിലായിക്കോട്ടെ കെമിസ്ട്രിയോ അല്ലെങ്കിൽ കെമിക്കൽ സയൻസ് പോലെയുള്ള ബേസിക് കെമിസ്ട്രിയുടെ ഒരുപാട് സ്ട്രീമുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ MSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണ്. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി അല്ലെങ്കിൽ MSc അപ്ലൈഡ് കെമിസ്ട്രി, ഇത് കമ്പൈൻ ചെയ്തിട്ട് പറയാം. മെയിൻലി കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലിക്കേഷൻ ലെവലിലാണ് യൂസ് ചെയ്യുന്നത്. അക്കാഡമിക്സുമായിട്ട് സിമിലർ ആയിരിക്കില്ല, ചെറിയൊരു ഡിഫറൻസ് അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് മിക്ക ഇൻഡസ്ട്രിയിലും കാണാറുണ്ട്. സോ മോസ്റ്റ്ലി ഇൻഡസ്ട്രിയൽ ലെവലിൽ എങ്ങനെ ബൾക്കായിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്ലൈഡ് കെമിസ്ട്രി അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വരുന്നത്. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുകയാണെങ്കിൽ അളഗപ്പ യൂണിവേഴ്സിറ്റിയിലാണ് ഈ കോഴ്സ് ഉള്ളത്. ഇത് കൂടാതെ നാഷണൽ ലെവലിൽ വേറെയും 1-2 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്ലൈഡ് കെമിസ്ട്രി ഉള്ളത് കൊച്ചി കുസാറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ അത് മാത്രമല്ല, കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ബാർക്ക് പോലെയുള്ളത്, അതുപോലെ തന്നെ DRDO പോലെയുള്ളത്, ISRO പോലെയുള്ള നാഷണൽ ലെവലിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോലും ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. അടുത്തത് പോളിമർ കെമിസ്ട്രി. പോളിമർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മോൾഡിങ്ങിന് അല്ലെങ്കിൽ ടയറിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ പെയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ യൂസ് ചെയ്യുന്ന അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പോളിമർ കെമിസ്ട്രി യൂസ് ചെയ്യുന്നത്. നമുക്ക് പോളിമറിന് വേണ്ടിയിട്ട് സിപ്പറ്റ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ള സിപ്പറ്റ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ MSc പോളിമർ സയൻസ് അവൈലബിൾ ആണ്, പോളിമർ കെമിസ്ട്രി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലൊക്കെ പോളിമർ സയൻസ് ഒരുപാട് ജോലി സാധ്യതയുള്ള പ്ലാസ്റ്റിക് മോൾഡിങ് ആയിക്കോട്ടെ, നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പ്ലാസ്റ്റിക് മോൾഡ് ചെയ്തിട്ടുള്ള ഒരുപാട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈവൻ ഡ്രിങ്കിങ് ബോട്ടിൽ ആയിക്കോട്ടെ, ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ബാക്ക് കവർ ആയിക്കോട്ടെ, ഇതൊക്കെ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് മോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പോളിമർ ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളത്. ടെക്സ്റ്റൈൽ കെമിസ്ട്രി, ഒരു ടെക്സ്റ്റൈൽ പ്രൊഡക്ഷനിൽ അതിപ്പോൾ കളറിങ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിരിക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കെമിസ്റ്റിൻ്റെ അല്ലെങ്കിൽ എങ്ങനെ ഡൈയിങ് എഫക്റ്റീവായിട്ട് കമ്പൈൻ ചെയ്യാം, എങ്ങനെ എഫക്റ്റീവായിട്ട് അതിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെയാണ്
ടെക്സ്റ്റൈൽ കെമിസ്ട്രിയിൽ പ്രധാനമായിട്ട് വരുന്നത്. അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അളഗപ്പ യൂണിവേഴ്സിറ്റി എന്നാണ്. അടുത്തൊരു സ്ട്രീം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കെമിസ്ട്രി ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹൈഡ്രോ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ്. ക്വാളിറ്റി ഓഫ് വാട്ടർ അനലൈസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കാര്യങ്ങൾക്കുണ്ട്. ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതുണ്ട്, ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ടുണ്ട്. ഇത്തരം വാട്ടറുകളുടെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത വാട്ടർ എങ്ങനെ അത് യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ വാട്ടർ സോഴ്സിലേക്ക് നമുക്കത് പമ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഹൈഡ്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. ഈവൺ ഇറിഗേഷൻ പർപ്പസിനും അഗ്രികൾച്ചർ മേഖലയിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഹൈഡ്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. കുസാറ്റിലാണ്, കൊച്ചി കുസാറ്റിൽ ഈ കോഴ്സ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്ലൈഡ് കെമിസ്ട്രി നമ്മൾ പറഞ്ഞു. ഓർഗാനിക് ആൻഡ് നോൺ ഓർഗാനിക് കെമിസ്ട്രി, കാർബണുമായിട്ട് അല്ലെങ്കിൽ കാർബൺ ലെവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസാണ്. ഓരോ മാറ്ററുകളിൽ കാർബണിൻ്റെ പ്രസൻസും കാർബണിൻ്റെ നോൺ പ്രസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെമിസ്ട്രി മേഖലയാണ് ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് നോൺ ഓർഗാനിക്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ്, രണ്ടും ടുഗദർ ഉള്ളതല്ല. MG യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, ഇവിടെയൊക്കെ ഇത്തരം കോഴ്സുകൾ അവൈലബിൾ ആണ് എന്നുള്ളത്. MSc ഇൻ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് MSc ഇൻ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത്. അനലിറ്റിക്കൽ കെമിസ്ട്രി, അതായത് ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ മാറ്റേഴ്സ്, പാർട്ടിക്കിൾസിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസിനാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് മാറ്റർ, ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ പറയുകയാണെങ്കിൽ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് മാറ്റർ ആൻഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത്. ഒരു മിനറൽ എക്സ്പ്ലോറേഷൻ, എനർജി പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ, അല്ലെങ്കിൽ ജിയോളജിക്കൽ ഏരിയ, ഇവിടെയൊക്കെയാണ് അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ഉപയോഗം പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളത്. ബയോ കെമിസ്ട്രി, ബയോ എന്നുള്ളത് ലിവിങ് ഓർഗാനിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കെമിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കാറുണ്ട്, ഹോർമോൺസ് റിലീസ് ആവാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസാണ് ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. മെഡിസിൻ ജനറേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മെഡിസിൻ ഏരിയയിലാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഏരിയയിലാണ് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഡ്രഗ് ഏരിയയിൽ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്. CMC വെല്ലൂരിൽ, എയിംസ്, കേരളത്തിലാണെങ്കിൽ കേരള MG യൂണിവേഴ്സിറ്റിയിലൊക്കെ അവൈലബിൾ ആണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ ബയോ കെമിസ്ട്രി, MSc ബയോ കെമിസ്ട്രി അവൈലബിൾ ആണെന്നുള്ളത്. അടുത്തത് ഫയർ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നാഗ്പൂരിലുള്ള വളരെ പ്രധാനപ്പെട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഫയർ സർവീസ് കോളേജ് എന്നുള്ളത്. BE ഫയർ എഞ്ചിനീയറിംഗ് ആണ്. വളരെ റെയർ ആയിട്ടുള്ളൊരു കോഴ്സാണ്. കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ കഴിഞ്ഞിട്ടുള്ള, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല സാധ്യതയുള്ള, ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ഫയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫുഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫുഡ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് ന്യൂട്രീഷൻ കാര്യങ്ങളായിക്കോട്ടെ, ഈ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാധ്യത. ഇപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. പിന്നെ ഇന്ത്യ ലെവലിലായിക്കോട്ടെ, ബൾക്കായിട്ട് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റിയിൽ, അല്ലെങ്കിൽ സ്മോൾ സ്കെയിലായിട്ട് ചെയ്യുന്നതായിക്കോട്ടെ. അപ്പോൾ ഇത്തരം ആൾക്കാർക്കുള്ള, അല്ലെങ്കിൽ ഇത്തരം കമ്പനികൾക്കുള്ള ഫുഡ് ടെക്നോളജി, അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഫുഡ് ടെക്നോളജിയുമായിട്ട് വരുന്നത്. ലെതർ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അടയാറിലാണ് അവരുടെ മെയിൻ ക്യാമ്പസ് വരുന്നത്. മുംബൈയിലും കൊൽക്കത്തയിലും കാൺപൂരിലൊക്കെ അവർക്ക് ക്യാമ്പസുകളുണ്ട്. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2 തരത്തിലുള്ള കോഴ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1 ഇയർ PG ഡിപ്ലോമ കോഴ്സുകളാണ്. PG ഡിപ്ലോമയ്ക്ക് ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്കാണ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, എസ്പെഷ്യലി കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഡിപ്ലോമ പ്രോഗ്രാമാണ്. 12th കഴിഞ്ഞ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിപ്ലോമ പ്രോഗ്രാം എന്നുള്ളത്. ടെക്സ്റ്റൈൽ ടെക്നോളജി നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഒരു ജോലി സാധ്യത എടുത്തു പറയേണ്ടത്, ഇപ്പോൾ റെയ്മണ്ട്സ് പോലെയുള്ള, അല്ലെങ്കിൽ വലിയ ഒരുപാട് കമ്പനികളിൽ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ക്ലോത്ത്സ് മാനുഫാക്ചർ ചെയ്യുന്ന മേഖലകളിലൊക്കെ നല്ല ജോലി സാധ്യതയുള്ള, അതുപോലെ തന്നെ പഠിക്കാനുള്ള, അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് പോളിടെക്നിക്കൽ സ്ഥാപനങ്ങളുണ്ട്. 10th കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 12th കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോളിടെക്നിക്കൽ സ്ഥാപനങ്ങളിൽ, കേരളത്തിലുള്ള പോളിടെക്നിക് കോളേജുകളിൽ ഇത്തരം കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ജെമ്മോളജിയാണ്, അതായത് ജെംസുമായിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ ജെമ്മുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അത് മോൾഡ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നതായിക്കോട്ടെ,
ഇത്തരം മേഖലകളിലുള്ള സ്റ്റഡീസിനാണ് ജമ്മോളജി വരുന്നത്. പ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജമ്മോളജി ന്യൂഡൽഹിയിലുള്ളതാണ്, ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂറത്തിലുള്ളത്, ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ജയ്പൂർ. ഇത്തരം സ്ഥാപനങ്ങളിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് PG ഡിപ്ലോമ ലെവലിലാണ് പ്രോഗ്രാംസുകളുള്ളത്. മാക്സിമം 1 ഇയർ ഡ്യൂറേഷനൊക്കെയാണ് ഓരോ പ്രോഗ്രാംസ് വരുന്നത് എന്നുള്ളത്. ജംസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നല്ല സാധ്യതയുള്ള ഒരുപാട് ജോലി കിട്ടാൻ മേഖലയാണ് ജമ്മോളജി എന്ന് പറഞ്ഞാൽ. ഷുഗർ ടെക്നോളജി, കാൺപൂരിലുള്ള ഷുഗർ ഇൻഡസ്ട്രിയിൽ തന്നെ നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കാൺപൂരിലുള്ളത്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാൺപൂരിലുള്ള ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇത് പറയാൻ പോകുന്നത് എന്നുള്ളത്. ഇതിൽ 2 തരത്തിലുള്ള കോഴ്സുകളാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് PG ഡിപ്ലോമ ഇൻ ഷുഗർ ടെക്നോളജിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ PG ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ഫെർമെൻറ്റേഷൻ ആൻഡ് ആൽക്കഹോളിക് ടെക്നോളജി എന്നല്ല. നമ്മുടെ ഫുഡുകൾ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഈവൻ ആൽക്കഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് പോലെയുള്ളതിലാണ് ഫെർമെൻറ്റേഷൻ വരുന്നത്. രണ്ടാമത്തത് PG ഡിപ്ലോമ ഇൻ ഷുഗർ ടെക്നോളജി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത്തരം കോഴ്സുകളാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. PG ഡിപ്ലോമ പ്രോഗ്രാമാണ്, 2+ ഇയേഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നുണ്ട്. കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ളത്. അടുത്തത് ബയോടെക്നോളജിയാണ്. ലിവിങ് ഓർഗാനിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജിക്കൽ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡിയാണ്. അതിൽ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, മൈക്രോബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ടെക്നോളജി ആയിട്ടുള്ളത്, ഇങ്ങനെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയയാണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ ഏരിയയിലൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിനുള്ള റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഈ മേഖല പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IITകൾ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലകളിലൊക്കെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ IITകളിലോ ഐസറുകളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുകളിലൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. JAM പോലെയുള്ള എക്സാമിനേഷൻ, ജോയിൻ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc എന്നുള്ള എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുക. അതിനനുസരിച്ച് IITകളിലൊക്കെ മാക്സിമം IITകൾ പോലെയുള്ള ഒന്നുകിൽ 2 വർഷത്തെ MSc പ്രോഗ്രാമിനോ അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് MSc PhD പ്രോഗ്രാംസുകളും അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരം പ്രോഗ്രാംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് MSc ഫോറൻസിക് സയൻസ് എന്നുള്ളത്. പിന്നെ അതുപോലെ പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പാരാമെഡിക്കലിൻ്റെ ഡിഫറെൻറ്റ് മേഖലകളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് കെമിസ്ട്രി കഴിഞ്ഞിട്ട്. ഇപ്പോൾ റേഡിയോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജി ആയിക്കോട്ടെ, ഇങ്ങനെ ഡിഫറെൻറ്റ് കാർഡിയോവാസ്കുലറോ അല്ലെങ്കിൽ പെർഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരുപാട് അവസരമാണ്. അതുപോലെ തന്നെ സ്റ്റഡി ഏരിയാസിൽ പ്രധാനപ്പെട്ടുള്ളതാണ് ഓവർസീസ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ, കോളേജുകൾ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK കേസിലൊക്കെ പറയുകയാണെങ്കിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ വേൾഡിലെ 1 ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് സ്റ്റഡീസാണ്. ഇമ്പീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ, മഹാത്മാഗാന്ധിയൊക്കെ പഠിച്ചിട്ടുള്ള കോളേജാണ് UCL എന്നുള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലേമൗത്ത് ഉണ്ട്. 1 ഓഫ് ദ ഒരു ടോപ്പ് 50 വരുന്ന വേൾഡ് ലെവലിൽ ടോപ്പ് 50 വരുന്ന യൂണിവേഴ്സിറ്റികൾ. അങ്ങനെ വേറെയും ഓവർസീസ് എഡ്യൂക്കേഷൻ ഒരുപാട് ഇപ്പോൾ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രിയിലൊക്കെ കാണാറുണ്ട് എന്നുള്ളത്. സോ ഇത് കൂടാതെ ഇത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ജനറലായിട്ട് നോർമലി പറയാറുള്ളത് പോലെ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസോ മീഡിയ സ്റ്റഡീസോ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ നോർമലി പോകാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.